പ്രകൃതി ചികിത്സ എന്ന് പറയുമ്പോഴേ എന്താണ് ഇവിടെ മരുന്നുകളുമില്ല, വലിയ ചികിത്സകളുമില്ല, ഒന്നുമില്ലാതെ നമുക്കാകെ കേട്ടറിവ് മാത്രമേ ഉള്ളൂ അല്ലേ. പലരും ഇങ്ങനെ ചികിത്സ ചെയ്ത് രോഗം മാറുന്നുണ്ട്, പ്രമേഹം നോർമലാവുന്നുണ്ട്, തടി കുറയുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നു. പക്ഷെ ഇതെങ്ങനെയാണ് സംഭവിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചിട്ടൊന്നും പ്രത്യേകിച്ച് ഒരു ഐഡിയയും കിട്ടുന്നൊന്നുമില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്തെങ്കിലും ഒരു പുറമെന്നൊരു സഹായം വേണം, ഒരു മരുന്നായിട്ടോ എന്തെങ്കിലും ഒരു ചികിത്സ അകത്ത് ചെല്ലണം ഒരു രോഗം മാറാൻ എന്നുള്ളതാണ് ഒരു മനുഷ്യന്റെ ഏറ്റവും ഉറച്ച വിശ്വാസം. ഇങ്ങനെ പറയും, ദൈവവിശ്വാസത്തെക്കാൾ നമുക്ക് ഉറച്ച വിശ്വാസമാണ് ഒരു ചികിത്സ ചെയ്താലേ രോഗം മാറൂ എന്നുള്ളത്. ഒരു പനി വന്നാൽ മിനിമം ഒരു തുണി നനച്ചിടെങ്കിലും വേണം, എന്തെങ്കിലും ഒന്ന് ചെയ്യണം. അപ്പൊ അവിടെ ശരീരത്തിന്റെ ഒരു സ്വയം ചികിത്സ എന്ന് പറയുന്നതിന് വലിയൊരു പ്രാധാന്യം നമ്മൾ ഇതുവരെ നൽകി പോന്നിട്ടില്ല. ആ ശരീരത്തിന്റെ സ്വയം ചികിത്സയെ മാത്രം അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടാണ് വാസ്തവത്തിൽ ഈ പ്രകൃതി ചികിത്സ എന്ന് പറയുന്നത് നടക്കുന്നത്. അപ്പൊ സ്വന്തമായിട്ട് ശരീരത്തിന് ചികിത്സിക്കാൻ പറ്റുമെങ്കിൽ പിന്നെ എന്തിനാണ് ബാക്കി അപ്പൊ വൈദ്യശാസ്ത്രങ്ങളൊക്കെ? എല്ലാ വൈദ്യശാസ്ത്രങ്ങൾക്കും അതിൻ്റെതായിട്ടുള്ള കൃത്യമായിട്ടുള്ള ഒരു റോള് ഓരോരുത്തരും നിർവഹിക്കുന്നത് നമ്മൾ കാണുന്നുണ്ടല്ലോ. പക്ഷെ ഇവിടെ സ്വയം ചികിത്സിക്കാനുള്ള ഒരു ശേഷി മനുഷ്യ ശരീരത്തിനുണ്ടെന്നും അവകാശപ്പെടും. അപ്പൊ മനുഷ്യന്റെ ജീവനുള്ള എല്ലാ ശരീരത്തിനും സ്വയം ചികിത്സിക്കാനായിട്ടുള്ള ഒരു ശേഷി ഇരിക്കുന്നുണ്ട് എന്നുള്ളത് എല്ലാ വൈദ്യശാസ്ത്രങ്ങൾക്കും അറിയാവുന്നതും എല്ലാ വൈദ്യശാസ്ത്രങ്ങളും അംഗീകരിച്ചിട്ടുള്ളതുമായിട്ടുള്ള ഒരു സത്യം തന്നെയാണ്. പക്ഷെ പലതരത്തിൽ ആ ഒരു സ്വയം ചികിത്സ എന്നുള്ളത് അതിന്റെ കൃത്യതയിൽ സംഭവിക്കാനായിട്ട് നമ്മുടെ ജീവിതചര്യകൾ അനുവദിക്കാറില്ല. ഇവിടെ പ്രകൃതി ചികിത്സാലയത്തിൽ ജീവനത്തിൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ സ്വയം ചികിത്സിക്കാനായിട്ടുള്ള ഒരു ശേഷി ശരീരത്തിന് പരമാവധി ഉപയോഗപ്പെടുത്താൻ പാകത്തിനുള്ള ഒരു ജീവിത സാഹചര്യം ഒരുക്കുന്നു. അപ്പൊ അതിനുവേണ്ടി എങ്ങനെയാണ് ജീവിത സാഹചര്യം ഒരുക്കേണ്ടത്? ശരീരത്തെ നമ്മൾ പഠിപ്പിക്കേണ്ടതില്ലല്ലോ, ശരീരം സ്വന്തമായി ചികിത്സിച്ചുകൊള്ളും. നമ്മളായിട്ട് അതിൽ യാതൊരു തരത്തിലും ഇടപെടേണ്ടതില്ല. പക്ഷെ ഇടപെടാതിരിക്കേണ്ടതുണ്ട് മനഃപൂർവ്വം. പല രീതിയിലും ചികിത്സ നടക്കുമ്പോൾ പല രീതിയിലും ആ ചികിത്സയെ നമ്മൾ തടസ്സപ്പെടുത്താതിരിക്കേണ്ടതുണ്ട്. പലപ്പോഴും പറയാറുള്ള ഒരു ഉദാഹരണമാണ്, ഇപ്പൊ ഒരു ഓപ്പറേഷൻ തിയേറ്ററിനകത്ത് സർജറി നടക്കുമ്പോൾ അവിടെ അകത്ത് സർജറി നടക്കുകയാണെന്ന് പുറമെയുള്ളവർക്ക് അറിയിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും? ഒരു ലൈറ്റ് ഓൺ ചെയ്തിടും പുറത്ത്, അല്ലേ? അത് ഓണായി കിടക്കുന്നുണ്ടെങ്കിൽ ആരും അങ്ങോട്ട് അതിക്രമിച്ച് കിടക്കാനൊന്നും പാടില്ല. കാരണം അവിടെ വലിയൊരു കറക്ഷൻ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇതേപടി നമ്മുടെ ശരീരവും ചില ലൈറ്റുകൾ ഓൺ ചെയ്തിടും. ആ ലക്ഷണങ്ങൾ, ലൈറ്റുകൾ എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ രോഗലക്ഷണങ്ങളായിട്ടാണ് കാണിക്കുക. പലതരത്തിലുള്ള വേദനകൾ, ബുദ്ധിമുട്ടുകൾ, അസ്വസ്ഥതകൾ ഒക്കെയായിട്ട് ശരീരം പലതരത്തിലുള്ള ലക്ഷണങ്ങൾ കാണിച്ചു വെക്കും, ഓൺ ചെയ്തു വെക്കും. അപ്പൊ ആ ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ആ ഒരു പ്രത്യേക ഭാഗത്ത് ഒരു ചികിത്സ നടക്കുകയാണ്. അപ്പൊ ആ ചികിത്സയെ നമ്മൾ തടസ്സപ്പെടുത്താതിരിക്കേണ്ടതുണ്ട്. എങ്ങനെ തടസ്സപ്പെടുത്താതിരിക്കണം എന്ന് നമുക്ക് അറിഞ്ഞുകൂടാ. അതാണ് വാസ്തവത്തിൽ ജീവനത്തിൽ പഠിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നത്. അപ്പൊ ഇവിടെ സാധാരണ മനുഷ്യന് ആ ഒരു പ്രത്യേക ബുദ്ധി കൈമോശം വന്നു. പക്ഷെ സാധാരണ ജീവജാലങ്ങളിൽ നോക്കുമ്പോൾ ഒരു വേദനയുണ്ടെങ്കിൽ ആ വേദന, എന്തിനു വേണ്ടി ഒരു വേദന വരുത്തുന്നത്? ഒരു കൈക്കൊരു വേദന വന്നു കഴിഞ്ഞാൽ നമ്മൾ സാധാരണ എന്താ ചെയ്യുക? മുട്ടിന് വേദന വരുന്നു, നമ്മൾ മുട്ടൊക്കെ ഇങ്ങനെ കുടഞ്ഞൊക്കെ നോക്കും. ആ വേദനയെ മാറ്റാനായിട്ടുള്ളൊരു ശ്രമം നമ്മൾ നടത്തും. അപ്പൊ അവിടെ മാറ്റുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു കംഫേർട്ടിന് വേണ്ടിയിട്ട് നമുക്ക് ഈ വേദന മാറ്റിയേ പറ്റുള്ളൂ. പക്ഷെ ശരീരം എന്തിനു വേണ്ടിയിട്ടായിരിക്കും അവിടെ ഒരു വേദനയെ ഉണ്ടാക്കിയത്? വെറുതെ ഒരു വേദന ഉണ്ടാക്കില്ലല്ലോ. അപ്പൊ അവിടെ എന്തോ ഒരു പർപ്പസ് ഉണ്ട്. ആ ലക്ഷ്യം എന്താണെന്ന് നമുക്ക് അറിയില്ല എന്നുള്ളത് സത്യം. പക്ഷെ വെറുതെ ഒരു വേദന ഉണ്ടാക്കില്ല. കാരണം ശരീരം എല്ലായ്പ്പോഴും പെർഫെക്ഷനിലേക്ക് മാത്രം നീങ്ങിക്കൊണ്ടിരിക്കുന്ന ഒന്നാണ്. ചെറിയ തരത്തിലുള്ള എററുകൾ പോലും നമ്മുടെ ശരീരത്തിൽ സംഭവിക്കാൻ സാധ്യതയുണ്ട് എന്ന് കണ്ടു കഴിഞ്ഞാൽ അതിന് ഏതെങ്കിലും വിധേന കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശരീരം ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇപ്പൊ ഒരു മുറിവുണ്ടായി ചോര വരും. ചോര വന്നു കഴിഞ്ഞാൽ അത് വന്നുകൊണ്ടേയിരിക്കുക എന്നുള്ളതല്ല, വളരെ പെട്ടെന്ന് തന്നെ ശരീരം തന്നെ അവിടെ പശയൊക്കെ കൊണ്ടുവന്ന് ആ ഭാഗം ഒട്ടിച്ച് ക്ലീൻ ആക്കുന്നു. ആ ബ്ലീഡിങ് അപ്പം നിൽക്കുന്നില്ലേ? ഇനി മുറിവ് വന്നത് പോട്ടെ, എല്ല് പൊട്ടിയതടക്കം ജോയിൻ ആവുന്നില്ലേ? അവിടെ നമ്മൾ എല്ലിനെ കൂട്ടിച്ചേർക്കാൻ വേണ്ടിയിട്ട് മരുന്നിട്ടിട്ട് കൂട്ടിച്ചേർക്കുകയല്ല ചെയ്യുന്നത്. കൃത്യം പൊസിഷനിലേക്ക് വെച്ച് കുറേ നാള് 2-3 ആഴ്ചയൊക്കെ അനക്കാതെ വെക്കുമ്പോൾ പതിയെ അവിടെ എന്ത് ചെയ്യുന്നു? ശരീരം തന്നെ ഒരു പശയുണ്ടാക്കി അതിനെ ഒട്ടിച്ചു ചേർത്തു.
അത് നോർമലായിട്ടുള്ള ഒരു എല്ലായി മാറി. ഇത്രയും വലിയ സ്വയം ചികിത്സിക്കാനായിട്ടുള്ള ശേഷി എല്ലാ ജീവനുള്ള ശരീരങ്ങളിലും ഇരിക്കുന്നുണ്ട്. നമ്മളപ്പോൾ എങ്ങനെയൊക്കെ ആയിരിക്കണം ഈ ചികിത്സ നടപ്പിലാവാൻ വേണ്ടിയിട്ട് ശരീരത്തെ സപ്പോർട്ട് ചെയ്യേണ്ടത്? ഇപ്പോൾ ഈ എല്ല് പൊട്ടിയ ഉദാഹരണം വെച്ച് ചിന്തിക്കുകയാണെങ്കിൽ പെട്ടെന്ന് കാര്യം മനസ്സിലാവും. ഇപ്പം കൈയുടെ ഒരു എല്ല് ഒടിഞ്ഞിരിക്കുകയാണ്. കൃത്യമായിട്ട് ഡോക്ടർ അതിന്റെ പൊസിഷനിലൊക്കെ വെച്ച് പ്ലാസ്റ്റർ ചെയ്തൊക്കെ തന്നു. എന്തിനു വേണ്ടിയിട്ടായിരിക്കും ഇങ്ങനെ പ്ലാസ്റ്റർ ചെയ്യുന്നത്? പ്ലാസ്റ്റർ ചെയ്യുന്നതിൽ മരുന്നൊന്നുമില്ലല്ലോ. അപ്പൊ അവിടെ നിശ്ചലമാക്കി വെക്കണം, ചലിപ്പിക്കാൻ പാടില്ല. എന്തുകൊണ്ട്? കാരണം അവിടെ ശരീരം നീരും വേദനയും ഒക്കെ ഉണ്ടാക്കിയിട്ട് നമ്മളോട് ഒരു അറിയിപ്പ് തരികയാണ്, അവിടെ അനക്കല്ലേ, ഇതൊന്ന് കൃത്യമായിട്ടൊന്ന് കൂട്ടി യോജിപ്പിക്കട്ടെ. യോജിക്കുന്നത് വരെ നിങ്ങളൊന്ന് അനക്കാതെ വെച്ച് തന്നാൽ മതി, അവിടെ അത് ജോയിൻ ആയിക്കോളും. ഇതേ രീതിയിൽ ഇപ്പൊ എല്ല് പൊട്ടിയത് പറയുമ്പോൾ നമുക്കത് മനസ്സിലാവുന്നുണ്ട്. പക്ഷെ നമുക്കൊരു അസിഡിറ്റി വന്നു, ഒരു ഗ്യാസിന്റെ ഒരു ബുദ്ധിമുട്ട് വന്നു. അപ്പൊ അവിടെ ശരീരം പറയുന്നു, ഇപ്പൊ ഒരു ഗ്യാസൊക്കെ ഉണ്ട്, ഇപ്പൊ ഒന്നും കഴിക്കല്ലേ, എന്തോ അവിടെ ഒരു സുഖക്കുറവുണ്ട്. നമ്മൾ കഴിച്ച ആഹാരത്തിന്റെ ആയിരിക്കാം, അല്ലെ നമ്മുടെ ടെൻഷന്റെ ഭാഗമായിട്ട് നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നുന്നതായിരിക്കാം, രാത്രി ഉറക്കം സുഖാവാത്തതിന്റെ ആയിരിക്കാം. എന്തായാലും വയറിനൊരു അസ്വസ്ഥത ഉണ്ടാക്കിക്കൊണ്ട് ശരീരം എന്ത് ചെയ്യുന്നു? ഇപ്പൊ ഒരു അസ്വസ്ഥതയുണ്ട്, ഒന്ന് ബ്രേക്ക് എടുക്കുക, കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യൂ എന്നുള്ളത് ശരീരം ആവശ്യപ്പെടുന്നുണ്ട്. കാരണം വയറിന് അസ്വസ്ഥതയുള്ളപ്പോൾ അവിടെ ദഹനം കൃത്യമായിട്ട് നടക്കില്ല എന്നുള്ളത് നമുക്കറിയാം. പക്ഷേ അങ്ങനെയുള്ള അസ്വസ്ഥതകളെ നമ്മൾ സാധാരണ മൈൻഡ് ചെയ്യാറില്ല. ഒരു ഗ്യാസ് ട്രബിൾ ഉണ്ടെന്ന് കരുതിയിട്ട് നമ്മൾ ആഹാരം ഒഴിവാക്കാറൊന്നുമില്ല. അൺഹെൽത്തി ആണെന്ന് അറിഞ്ഞാൽ പോലും ഇഷ്ടപ്പെട്ടതാണെങ്കിൽ നമ്മളത് കഴിക്കും. ഇപ്പൊ മധുരം കഴിച്ചാൽ നെഞ്ചിരിച്ചിൽ വരുന്ന കുറെ പേരുണ്ട്. പക്ഷെ മധുരത്തിനോട് ഇഷ്ടമുള്ളവർ മധുരം കഴിച്ചുകൊണ്ടേയിരിക്കും. ആ നെഞ്ചിരിച്ചിൽ മാറ്റാൻ വേണ്ടി വേറെ എന്തെങ്കിലും സൊല്യൂഷനാണ് നോക്കുക. അപ്പൊ അവിടെ ശരീരത്തിന് സ്വയം ചികിത്സിക്കാൻ വേണ്ടിയിട്ട് അനുവദിക്കുക എങ്ങനെയാണ് എന്ന് വെച്ചാൽ, ശരീരത്തിന് ആവശ്യമുള്ളത് മാത്രം നൽകുകയും ശരീരം ഇഷ്ടപ്പെടുന്നില്ല എന്ന് ബോഡി കാണിക്കുന്ന വിഷയങ്ങളെ ഒഴിവാക്കുകയും ചെയ്തുകൊണ്ട്. ഇപ്പൊ കൈ ഒടിഞ്ഞതിന് ആ ഒടിവ് മാറ്റാൻ വേണ്ടി നമ്മൾ ചെയ്തത് അവിടെ ഇടപെടാതിരിക്കില്ല. അവിടെ ഒന്ന് ചെയ്ത് ഉഴിയൽ ഒക്കെ ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് ജോയിൻ ആവില്ല, അനക്കിക്കൊണ്ടിരുന്നു കഴിഞ്ഞാൽ അത് ജോയിൻ ആവില്ല. അപ്പൊ എന്ത് ചെയ്തു? അനക്കാതിരിക്കുക എന്നുള്ളതായിരുന്നു അവിടുത്തെ ശരി. ഇതേ രീതിയിൽ വയറിനൊരു അസ്വസ്ഥതയുള്ള സമയത്ത് അവിടെ ഒരു പുതിയ എന്തെങ്കിലും കഴിച്ച് അവിടെ രോഗം മാറ്റുക, അസ്വസ്ഥത മാറ്റുക, അല്ലെങ്കിൽ അതിനൊരു പരിഹാരം, ഒരു മറുമരുന്ന് ഉപയോഗിച്ച് കാണുക എന്നുള്ളതിനേക്കാൾ അവിടെ സ്വന്തമായി ശരീരം ചികിത്സിക്കാൻ തുടങ്ങി എന്നുള്ളത് കൊണ്ടാണ് ഒരു അസ്വസ്ഥത ആരംഭിക്കുന്നത്. ഇതൊരു രോഗത്തിന്റെ തീവ്രത കൂടിയ അവസ്ഥയിലല്ല ഞാൻ ഈ പറയുന്നത് കേട്ടോ. നമുക്ക് സാധാരണ നിത്യജീവിതത്തിൽ വരുന്ന അസ്വസ്ഥതകളുടെ കാര്യമാണ് പറയുന്നത്. ഇപ്പൊ ഒരു അൾസർ ഉണ്ടായി, അൾസറിന്റെ ഒരു വല്ലാത്ത വേദനയും ബുദ്ധിമുട്ടൊക്കെ അനുഭവിക്കുമ്പോൾ ഞാൻ കാത്തിരിക്കട്ടെ ഇത് മാറാനായിട്ട് എന്നല്ല പറയുന്നത്. നിത്യജീവിതത്തിൽ നമുക്ക് വലിയ രോഗികളൊക്കെ ആവുന്നതിന് മുൻപ് തന്നെ എത്രയോ ചെറിയ ചെറിയ ലക്ഷണങ്ങൾ ശരീരം ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണിച്ചുകൊണ്ടിരിക്കും. ആദ്യം തന്നെ ഒരാൾക്ക് ഡിസ്ക് പ്രൊലാപ്സ് ആവുകയല്ല ചെയ്യുന്നത്. എത്രയോ നാളെ അയാൾക്ക് ചെറിയ ചെറിയ നടുവിനൊരു കഴപ്പ്, അല്ലെങ്കിൽ ഒരു വലിച്ചല്, അല്ലെങ്കിൽ ഒരു ക്ഷീണം എന്നൊക്കെ പറഞ്ഞിട്ട് ചെറിയ വേദന എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മൾ നടക്കും. ആദ്യം തന്നെ ഒരാൾക്ക് മുട്ട് തേയ്മാനം അല്ല വരുന്നത്. എത്ര കാലം കാലിന് ഇത്തിരി വേദന വരുന്നുണ്ട്, ഇത്തിരി ലോഡ് കൂടുന്നുണ്ട്, സ്ട്രെയിൻ കൂടുന്നുണ്ട് എന്നുള്ള അറിയിപ്പുകൾ ശരീരം തന്നുകൊണ്ടേ ഇരിക്കുന്നുണ്ടാവും. വർഷങ്ങൾ എടുത്തിട്ടാണ് ഓരോന്നും ഒരു രോഗത്തിന്റെ രൂപത്തിലേക്ക് എത്തിച്ചേരുന്നത്. പെട്ടെന്നൊന്നുമല്ല, ഒരുപാട് വർഷങ്ങൾ എടുക്കും. പരമാവധി രോഗിയാകാതിരിക്കാനായിട്ടുള്ള ശ്രമം ശരീരം ഇങ്ങനെ നടത്തിക്കൊണ്ടേയിരിക്കും. പക്ഷെ എല്ലാ ശ്രമങ്ങളെയും നമ്മൾ കണ്ടില്ലെന്ന് നടിക്കും. ശരീരം ഇങ്ങനെ കുറെ നേരം നമ്മൾ നിൽക്കുമ്പോൾ ബോഡി പറയും, ഇതേ മുട്ട് വേദനിപ്പിച്ചുകൊണ്ട് മതി, കുറച്ചു നേരം ഒന്ന് ഇരിക്കി, എന്നിട്ട് ഇനി നിന്നോ. പക്ഷെ ആ ഇരിപ്പ് നമ്മൾ സമ്മതിക്കില്ല. നമ്മൾ എന്ത് ചെയ്യും? ഇത്തിരി നേരം കൂടി അല്ലേ ഉള്ളൂ, അതും കൂടി നിന്നിട്ട് തീർക്കാം. അല്ലെങ്കിൽ കുറെ നേരം ആഹാരം കഴിക്കാതിരിക്കുമ്പോൾ ശരീരം പറയും, ഇത് പ്രശ്നമാവുന്നുണ്ട്, എന്തെങ്കിലുമൊക്കെ ഒന്ന് കഴിക്കുക, അല്ലെങ്കിൽ ഇത്തിരി വെള്ളം കൂടിയും കുടിക്കുക. ഇപ്പൊ ഈ പണിയുടെ ഇടയിൽ വെള്ളമൊന്നും കുടിക്കാൻ പറ്റില്ല, അവിടെ മിണ്ടാതിരിക്കും എന്ന് പറഞ്ഞ് നമ്മൾ ശരീരത്തെ സപ്രസ് ചെയ്യും. ഗ്യാസും ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ എന്ത് ചെയ്യും? വേറെ എന്തെങ്കിലും ഒരു ഡൈജിൻ എടുത്ത് കഴിക്കലോ, അല്ലെങ്കിൽ എന്താണെന്ന് വെച്ചാൽ ഗ്യാസ് പോകാനായിട്ട് എന്തെങ്കിലും ഒരു മറുമരുന്ന് ചെയ്ത് അത് ആ ഒരു ശരീരത്തിന്റെ അറിയിപ്പിനെ അങ്ങോട്ട് മിണ്ടാതെ ആക്കും. ഇതേ രീതിയിൽ ഇപ്പൊ കഴുത്ത് കുറെ നേരം ലാപ്ടോപ്പൊക്കെ നോക്കി വർക്ക് ചെയ്യുന്ന ഒരാൾക്ക് കുറെ കഴിയുമ്പോൾ കഴുത്തിനൊക്കെ ഒരു കഴപ്പ് വരിക. അപ്പൊ അവിടെ ശരീരം പറയുന്നു, കഴുത്തൊക്കെ ഇടയ്ക്ക് അനക്കണം, ഇതേ ഇവിടെ കഴുത്തിന് വലിയ പ്രശ്നം വരാനുള്ള സാധ്യതയുണ്ട്, ഇടയ്ക്കിടയ്ക്ക് ചലിപ്പിച്ചുകൊണ്ടൊക്കെ ഇരിക്കണം എന്ന് പറഞ്ഞിട്ട് ആ ഒരു ചലനം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ആദ്യകാലങ്ങളിൽ ഈ ഒരു കഴപ്പും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാക്കുന്നത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ അനക്കിക്കൊണ്ടിരിക്കൊന്നുമില്ല.
ഇടയ്ക്കിടയ്ക്ക് അനക്കുകയോ അല്ലെങ്കിൽ അങ്ങനെ ഒരു മൂവ്മെന്റ് കൊടുക്കണം എന്നുള്ളത് മനസ്സിലാക്കുകയോ ഒന്നുമല്ല നമ്മൾ ചെയ്യുക. നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഈ വേദന എന്തോ ഒരു പ്രശ്നമാണ്, അപ്പൊ വേദന മാറ്റാനായിട്ടുള്ള ഒരു മറുമരുന്ന് എപ്പോഴും നോക്കുക. എന്തോ ഒരു സൂത്രവിദ്യ ഉപയോഗിച്ച് എന്റെ വേദന മാറേണ്ടതുണ്ട്, അത് മാറ്റാനായിട്ട് ഇപ്പോ എന്തെങ്കിലും ബാം പരട്ടലായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ചൂട് പിടിക്കൽ, അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. ഇനി നിവൃത്തിയില്ലാതെ വന്നു കഴിഞ്ഞപ്പോൾ വേദനയ്ക്ക് മരുന്ന് കഴിക്കലായിരിക്കാം. ഈ വേദന എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. വേദനയുടെ കാരണമല്ല നമ്മുടെ പ്രശ്നം. വേദന എന്ന് പറയുന്ന ലക്ഷണമാണ് എല്ലായ്പ്പോഴും പ്രശ്നമാക്കിയിട്ട് എടുക്കുള്ളൂ. അപ്പൊ അവിടെ ഒരിക്കലും ശരീരത്തിന് സ്വയം സംരക്ഷിക്കാൻ പറ്റാതെ പോവുകയാണ് ചെയ്യുന്നത്. അപ്പൊ അവിടെ കഴുത്തിന് വേദന വരുമ്പോ തന്നെ എന്തുകൊണ്ടപ്പോ അങ്ങനെ ഒരു വേദന വന്നത് എന്നുള്ളതൊന്ന് അന്വേഷിക്കാൻ നമ്മൾ തയ്യാറാവുകയാണെങ്കിലോ, അപ്പൊ നമ്മൾ പഠിക്കുന്നു എന്തൊക്കെ സംഭവിക്കാം. ഇപ്പൊ ഇത്രയും നേരം ഇതിലൊക്കെ കഴുത്തനക്കാതെ വെക്കുമ്പോൾ അങ്ങോട്ടുള്ള സർക്കുലേഷനൊക്കെ ഇത്തിരി കുറയും. അപ്പൊ അതുകൊണ്ട് തന്നെ അവിടെ മസിൽസൊക്കെ ഇത്തിരി വീക്കാവാനൊക്കെ ആയിട്ട് തുടങ്ങും. മസിൽസ് വീക്കായി കഴിഞ്ഞാൽ പ്രധാനപ്പെട്ട ഒരു ഏരിയയാണ് കഴുത്തെന്നൊക്കെ പറയുന്നത്. അപ്പൊ അവിടെ വീക്കാവാനായിട്ട് ശരീരം സമ്മതിക്കില്ല. കാരണം അവിടെ ഈ പറയുന്ന സ്പൈനൽ കോഡൊക്കെ കടന്നു പോകുന്ന വലിയ സംഭവങ്ങളൊക്കെ കടന്നു പോകുന്ന ഏരിയനെ അവിടെയൊക്കെ വളരെ മസിൽസൊക്കെ സ്ട്രോങ് ആക്കി നിർത്തിക്കൊണ്ട് അവിടെ സപ്പോർട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അവിടെ വീക്കാവാൻ തുടങ്ങുമ്പോഴേക്കും ഈ ഡിസ്ക് പ്രൊലാപ്സ് ചെയ്യാനൊന്നും പാടില്ല. അത് പാടില്ലാത്തത് കൊണ്ട് തന്നെ തുടക്കത്തിലേ ഇങ്ങനെ ബുദ്ധിമുട്ടുകൾ വരും. കഴപ്പ് വന്നു, കടച്ചിൽ വന്നു, ചെറിയ വേദന വന്നു, എപ്പോഴെപ്പോഴും ഇങ്ങനെ കഴുത്തിങ്ങനെ പൊട്ടിക്കാനുള്ള ഒരു തോന്നൽ, എന്തെങ്കിലും തരത്തിലൊരു ചലനം ഉണ്ടാക്കിക്കാൻ വേണ്ടി ശരീരം ശ്രമിച്ചുകൊണ്ടിരിക്കും. പക്ഷെ നമ്മൾ അതിന് പ്രാധാന്യം കൊടുക്കാതെ ഇതേ അനക്കണം, ചലിപ്പിക്കണം എന്നുള്ളതാണ് ശരീരത്തിന്റെ ആവശ്യമെന്ന് മനസ്സിലാക്കാതെ നമ്മൾ ഈ വേദനയെ വേറെന്തെങ്കിലും, നമ്മുടെ ഒരു മനുഷ്യനെ എപ്പോഴും വേറൊരു ബുദ്ധി ഓണാവൂലോ, പ്രകൃതിയുള്ള ബുദ്ധി അല്ലാതെ ഇതും പ്രകൃതിയുള്ളതൊക്കെ തന്നെ. പക്ഷെ എന്നാലും ആ ഒരു സ്വാഭാവികമായിട്ടുള്ള സംഭവം എന്നുള്ള തരത്തിൽ നിന്ന് മാറി ഇതെന്തോ അസ്വാഭാവികമാണ്, അപ്പൊ ഇതിന് വേറൊരു ബുദ്ധി പ്രയോഗിച്ച് ഇതിനൊരു സൂത്രപ്പണി ചെയ്തത് മാറ്റേണ്ടതുണ്ട് എന്ന രീതിയിൽ വേദന എന്ന് പറയുന്നത് പ്രശ്നമായി എടുക്കുകയും താൽക്കാലികമായിട്ട് വേദനയെ മാറ്റാനുള്ള എന്തെങ്കിലും ശ്രമം നടത്തുകയും ചെയ്യും. അപ്പൊ എന്ത് സംഭവിക്കും, അവിടെ വേദന കുറച്ച് സമയത്തേക്ക് അറിയാതെയൊക്കെ ആയിരിക്കും. പക്ഷെ ചലിപ്പിക്കുക എന്ന് പറയുന്ന കഴുത്തിന്റെ ആവശ്യം, ശരീരത്തിന്റെ ആവശ്യം അവിടെ അവഗണിക്കപ്പെടും. അവിടെ കുറച്ചു കാലം കഴിയുമ്പോൾ എന്തുണ്ടായി, കുറച്ചു കാലമൊന്നുമില്ല, കുറേ കാലം കഴിയുമ്പോൾ അവിടെ കാര്യമായിട്ടുള്ളൊരു പ്രശ്നം ഉണ്ടാവുകയായി. അപ്പൊ പിന്നെ നമ്മൾ സ്ഥിരമായിട്ടൊരു രോഗി എന്ന തരത്തിലേക്ക് പോവുകയാണ്. ഇതിൽ നിന്നൊക്കെ വ്യത്യാസമായിട്ട് ഓരോ രോഗം എടുത്തു നോക്കുമ്പോഴും നമുക്കുണ്ടായിട്ടുള്ള എല്ലാ അസ്വസ്ഥതകളെയും എടുത്തു നോക്കുമ്പോൾ ഇതുപോലെ ആ പ്രത്യേക അസ്വസ്ഥതയിലേക്ക് എത്തുന്നതിന് മുൻപ് ശരീരം ഒരുപാട് അറിയിപ്പുകൾ, ഒരുപാട് ലക്ഷണങ്ങൾ തന്നു പോയതായിട്ട് നമുക്ക് കണ്ടെത്താനായിട്ട് സാധിക്കും. അപ്പോ പ്രകൃതി ചികിത്സ ചെയ്യാനായിട്ട് എത്തുമ്പോൾ എന്ത് ചെയ്യുന്നു, എന്തൊക്കെ ലക്ഷണങ്ങൾ കൊണ്ടാണ് വാസ്തവത്തിൽ ഇപ്പൊ എന്തൊക്കെ ലക്ഷണങ്ങൾ കടന്ന് അല്ലെങ്കിൽ അതിനെയൊക്കെ അവഗണിച്ചിട്ടാണ് ഇപ്പൊ ഞാൻ ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ളത് എന്നൊരു പഠനം നമ്മൾ ഓരോരുത്തരും നടത്താനായിട്ട് ആരംഭിക്കും. അങ്ങനെ നടത്തണമെങ്കിൽ എന്ത് വേണം, നമ്മുടെ ശരീരത്തിലേക്ക് തിരിഞ്ഞു നോക്കാനായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കാനായിട്ടുള്ള ഒരു ശേഷി നമ്മൾ ഡെവലപ്പ് ചെയ്തെടുക്കണം. നമ്മുടെ ലൈഫ് എങ്ങനെയൊക്കെയാണ് ഇത്രയും കാലം കടന്നുപോയിട്ടുള്ളത്, ജീവിത സാഹചര്യങ്ങൾ എങ്ങനെയൊക്കെയായിരുന്നു, ഇരിപ്പും നടപ്പും കിടപ്പും ഭക്ഷണം കഴിക്കുന്നതും പിന്നെ ഉറക്കവും മാനസികമായിട്ട് കടന്നുപോയിട്ടുള്ള തലങ്ങളും, ഇതിലൂടെ എല്ലാം നമ്മളൊന്ന് കടന്നുപോകും. അപ്പൊ കടന്നു പോകുമ്പോൾ ഓരോ ഘട്ടത്തിലും എന്തെന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഏതേതൊക്കെ വിഷയങ്ങളിലേക്ക്, ഏതെന്തൊക്കെ രോഗാവസ്ഥകളിലേക്ക് ഞാൻ പ്രവേശിച്ചു, അത് ശാരീരികമായിട്ടുള്ളത് എത്രത്തോളം ഉണ്ടായി, മാനസികമായിട്ട് എത്രത്തോളം വിഷമതകളിലൂടെ ഞാൻ കടന്നു പോകേണ്ടി വന്നു, ഇതെല്ലാം ഒന്ന് പഠിക്കുക എന്നുള്ളതാണ് ആദ്യം ചെയ്യുന്നത്. എന്തിനു വേണ്ടിയത്? കാരണം ഇവിടെ ഉള്ള അസ്വസ്ഥതകളെ ഇല്ലാതാക്കാനായിട്ട് സൂത്രവിദ്യകളൊന്നും തന്നെ ഇല്ല. എന്താണോ ശരീരം ആഗ്രഹിച്ചിരുന്നത്, ഏതോ ഒരു ചെറിയ പ്രശ്നം വരുമ്പോഴേക്കും സ്വയം പരിഹരിക്കാൻ വേണ്ടിയിട്ട് ഒരു ബ്രേക്ക് എടുക്കൂ എന്നുള്ളൊരു റിക്വസ്റ്റ് ശരീരം എല്ലായ്പ്പോഴും തന്നുകൊണ്ടിരുന്നിരുന്നു. ആ ഒരു ബ്രേക്ക് ഇപ്പൊ നമ്മളെല്ലാവരും ശരീരത്തിന് കൊടുക്കുകയാണ്. ബ്രേക്ക് കൊടുത്തുകൊണ്ട് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് ഈ സംഭവം ഉണ്ടായിട്ടുണ്ട്, എന്തൊക്കെ സംഭവിച്ചു, ഇപ്പൊ എത്തി നിൽക്കുന്ന നില എന്താണ് എന്നുള്ളത് മനസ്സിലാക്കിയെടുക്കുകയാണ് ആദ്യം ചെയ്യുന്നത്. അപ്പൊ അതിനുവേണ്ടി രാവിലെ നമ്മൾ ആദ്യം മുതൽ ചെയ്യുന്ന യോഗ ചെയ്യുന്നു, പ്രാണായാമം ചെയ്യുന്നു, മെഡിറ്റേഷൻ ചെയ്യുന്നു. ഓരോന്ന് ചെയ്യുമ്പോഴും എന്താ അതിലൊക്കെ പറയുന്നത്, കൈ അങ്ങോട്ട് വളയ്ക്കൂ, ഇങ്ങോട്ട് തിരിക്കൂ, യോഗയിൽ അവിടെ സ്ട്രെച്ച് ചെയ്യൂ, ഇവിടെ സ്ട്രെച്ച് ചെയ്യൂ എന്നൊക്കെ പറയുമ്പോൾ പതിയെ ശ്രദ്ധയെ ഇങ്ങനെ ശരീരത്തിലേക്ക് തന്നെ തിരിച്ചു കൊണ്ടുവരികയാണ്. അവനവന്റെ ശരീരത്തിലേക്ക് നോക്കാൻ പഠിപ്പിക്കുകയാണ് ഈ ചെയ്യുന്നത്.
നമ്മളിവിടെ സെൽഫ് മസാജ് ചെയ്യുന്നു. ഓരോ കാലിന്റെ വിരലും കൈയുടെ വിരലൊക്കെ ഇങ്ങനെ ഇരുന്നിട്ട് അമർത്തി ഉഴിഞ്ഞുഴിഞ്ഞ് പ്രസ് ചെയ്ത്, അപ്പൊ അവിടെ നമ്മൾ നമ്മുടെ കാൽവിരലൊക്കെ കാണുകയാണ്. എന്റെ വിരലിപ്പ് ഇങ്ങനെയാണ് ഇരിക്കുന്നതല്ലേ എന്നൊക്കെ വളരെ അത്ഭുതത്തോടു കൂടി നോക്കുന്ന ആൾക്കാരും ഇവിടെ ഉണ്ടാവാറുണ്ട്. കാരണം വിരലൊക്കെ ആരാണ്, കാൽവിരലൊക്കെ ആരപ്പോ സൂക്ഷിച്ചു നോക്കാറ്? അതൊന്നും ഉണ്ടാവില്ലല്ലോ. ചെറുപ്രായം കഴിഞ്ഞ് അതൊക്കെ വിട്ടുപോയില്ലേ. അപ്പൊ ഓരോ ശരീരഭാഗത്തെയും അറിയാനായിട്ട് തുടങ്ങുന്നു. ആദ്യം പുറമെന്ന് നോക്കി അറിയുന്നു, പിന്നെ ഉള്ളുകൊണ്ട് ചിന്ത കൊണ്ട് നോക്കി അറിയുന്നു, പിന്നെ ഇതുവരെയുള്ള കാലങ്ങളിലൂടെ മുഴുവൻ കടന്നുപോയിക്കൊണ്ട് അതും മനസ്സുകൊണ്ട് തന്നെ അറിയുന്നു. ഇങ്ങനെ ഇവിടുത്തെ ഓരോ പ്രാക്ടീസും, ഇപ്പൊ പ്രാണായാമം ചെയ്യുന്നു, അപ്പൊ വീണ്ടും ശരീരത്തിലേക്ക് തന്നെ നമ്മുടെ പ്രാണന്റെ ഒഴുക്കിന് ശ്വസനത്തിലേക്കൊക്കെ ശ്രദ്ധിക്കുക. മെഡിറ്റേഷൻ ചെയ്യുമ്പോഴും കാല് ശ്രദ്ധിക്കൂ, കൈ ശ്രദ്ധിക്കൂ, ഹൃദയം ശ്രദ്ധിക്കൂ എന്നൊക്കെ പറഞ്ഞുകൊണ്ടുള്ള വീണ്ടും നമ്മൾക്കുള്ളിലേക്ക് തന്നെ ശ്രദ്ധ തിരിപ്പിക്കാനായിട്ടുള്ള ശ്രമം. ഇങ്ങനെ ശരീരത്തിനെയും മനസ്സിനെയും ഇങ്ങനെ ചേർത്ത് 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 കൊണ്ടുവരാനുള്ള ഒരു പരിശീലനമാണ് വാസ്തവത്തിൽ ഒരു പകല് മുഴുവൻ നമ്മളിവിടെ രാത്രി 9 മണി വരെയും രാവിലെ 6 തൊട്ട് വൈകിട്ട് 9 വരെയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇതാണ്. എന്തിനു വേണ്ടിയിട്ട് ഇങ്ങനെ ചെയ്യുന്നത്? ശരീരത്തിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കാനായിട്ട് ഇങ്ങനെ നിർബന്ധിക്കുന്നു, ചിന്തകളിലേക്ക് തന്നെ തിരിഞ്ഞു നോക്കാനായിട്ട് നിർബന്ധിക്കുന്നു. ഇനി ഉള്ളിലത്തെ അവയവങ്ങളിലേക്ക് വരെ സൂക്ഷ്മമായിട്ട് അന്വേഷണം നടത്താനായിട്ട് നിർബന്ധിക്കുന്നു പല മെഡിറ്റേഷൻസിലൂടെയൊക്കെ. ഇതിലൂടെയൊക്കെ പതിയെ ശരീരത്തിന് ഒരു തോന്നൽ വരുത്താൻ വേണ്ടിയിട്ടാണ്. അതായത് ഇനി ചികിത്സ ആരംഭിക്കാം, വേറെ ഒന്നിലേക്കും ശ്രദ്ധ പോകുന്നില്ല, ഒരു തരത്തിലും ചികിത്സയെ തടസ്സപ്പെടുത്താനുള്ള സാധ്യതകളുമില്ല. അപ്പോൾ അവിടെ കുറേശ്ശെ നമ്മുടെ ശരീരത്തിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങുകയാണ്. ഇതുവരെ ഉണ്ടായിരുന്ന ബുദ്ധിമുട്ടുകളൊക്കെ തന്നെയായിരിക്കും ശരീരത്തിലെ ചികിത്സ തുടങ്ങിക്കഴിഞ്ഞാലും നമുക്കുണ്ടാവുക. പക്ഷെ സാധാരണത്തെ ഇപ്പൊ ഇത്രയും നാളും ഉണ്ടായിരുന്നതിനേക്കാൾ കൂടുതലായിട്ട് നമുക്കത് എക്സ്പീരിയൻസിൽ വരും. ഇപ്പോൾ കുറച്ച് മുട്ടുവേദന ഉണ്ടായിരുന്ന ഒരാൾക്ക് ഇതുപോലെ കൂടുതൽ 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 ആ വേദനയിലേക്ക് തന്നെ ശ്രദ്ധിക്കുമ്പോൾ എന്താ ഉണ്ടാവുന്നത്? മുട്ടുവേദന കൂടില്ല, പക്ഷെ ആ മുട്ടുവേദനയുടെ ആഴവും തീവ്രതയും ഒക്കെ കൃത്യമായിട്ട് സെൻസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ എന്താണ് ഇപ്പോഴത്തെ എൻ്റെ ആരോഗ്യം, എത്രത്തോളം വേദനകൾ എന്നിലുണ്ട്, എൻ്റെ രോഗത്തിന്റെ ആഴം എത്രത്തോളം ഉണ്ട് എന്നുള്ളതെല്ലാം ഒരു വ്യക്തി ആദ്യം അറിയാൻ തുടങ്ങും. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞൊരു കാര്യം ഉണ്ടായിരുന്നു, ഏറ്റവും നല്ല സ്ട്രെസ് മാനേജ്മെന്റ് ആസ്വാദനമാണെന്ന് പറഞ്ഞൊരു കാര്യം ഓർമ്മയുണ്ടോ? അറിയുക, അതിനതിന്റെ ഏറ്റവും ആഴത്തിൽ അറിയുക എന്നുള്ളതാണ് അത് മാനേജ് ചെയ്യാൻ തുടങ്ങുന്നതിനുള്ള ആദ്യ പടി എന്ന അതേ സംഭവം, അതേ തത്വം തന്നെയാണ് ഇവിടെയും പറയുന്നത്. നമ്മുടെ ഓരോ ആരോഗ്യ തകരാറുകളെ, ഇപ്പൊ എന്താണ് പ്രശ്നം എന്നുള്ളതിനെ കുറിച്ചിട്ട് വളരെ കൃത്യതയിൽ അറിയാനായിട്ട് തുടങ്ങുമ്പോൾ അവിടെ ശരീരത്തിൽ ഒരു സ്വയം ചികിത്സ ആരംഭിക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാവും. ഇപ്പൊ ചികിത്സിക്കാനൊക്കെ ഇവിടെ വന്ന ഒരു 2-3 ദിവസമൊക്കെ കഴിയുമ്പോൾ ശരീരത്തിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടായി തുടങ്ങുന്നതായിട്ട് മനസ്സിലാവും. വേദനകളുള്ളവർക്ക് അതിൽ കുറേശ്ശെ പരിഹാരങ്ങൾ വരുന്നു. ഇപ്പോൾ നീരുള്ളവർക്ക് നീരിൽ കുറേശ്ശെ കുറവ് വന്നു തുടങ്ങുന്നു. ദഹനവുമായി ബന്ധപ്പെട്ട പ്രശ്നമുള്ളവർക്ക് അത് ഇത്തിരിശ്ശെ കുറഞ്ഞു വന്നു. അതില്ലാതെ ഇങ്ങനെ അവിടെ നമ്മൾ ഇതൊക്കെ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് എന്തെങ്കിലും ഇവിടെ നിന്നൊരു മറുമരുന്ന് തന്നിട്ടുണ്ടോ, എന്തെങ്കിലും പൊടി കലക്കി തന്നിട്ടുണ്ടോ, അല്ലെങ്കിൽ ഇലരച്ച് കഴിപ്പിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെ ഒന്നും തന്നെ ഉണ്ടായിരിക്കില്ല. സാധാരണ പ്രകൃതി ചികിത്സ എന്ന് പറയുമ്പോൾ ആദ്യം സാധാരണ ഒരു മനുഷ്യന്റെ മനസ്സിൽ വരെ എന്താ? ഒരു കുമ്പളങ്ങ നീര്. ആ കുമ്പളങ്ങ ജ്യൂസ് പോലും ഇവിടെ ഇല്ല. അപ്പൊ ഒരു തരത്തിലുള്ള എളുപ്പവഴികളും ഇല്ലാതെ സാധാരണ ജീവിതം എങ്ങനെയാണോ നമ്മൾ നയിച്ചുകൊണ്ടിരുന്നത്, ഭക്ഷണം ചെയ്ത് അത്യാവശ്യം കായികമായിട്ടുള്ള അധ്വാനങ്ങളൊക്കെ ചെയ്ത് നേരത്തിന് കിടന്നുറങ്ങി, ഇത് തന്നെ കുറെ കൂടി ശാസ്ത്രീയമായിട്ടുള്ള രീതിയിൽ ചികിത്സ എന്ന് പറയുന്ന ഒന്ന് മാത്രം സംഭവിക്കാൻ പാകത്തിനൊന്ന് ചിട്ടപ്പെടുത്തിയിട്ടുണ്ടെന്നേ ഉള്ളൂ. ഇങ്ങനെ ഇവിടെ ജീവിക്കുമ്പോൾ അവിടെ വേറെ ഒന്നിലേക്കും നമ്മുടെ ഊർജം ചെലവഴിക്കാനായിട്ട് വിടുന്നില്ല. എല്ലായ്പ്പോഴും ചികിത്സയ്ക്ക് വേണ്ടി മാത്രമേ ശരീരം ഊർജം ചെലവഴിക്കുന്നുള്ളൂ. അപ്പം അങ്ങനെ വരുമ്പോൾ ചികിത്സയുടെ വേഗത കുറേ അധികം കൂടുതലായിരിക്കും. ഇപ്പോൾ കുറേ കാലം പഴക്കമുള്ളതൊക്കെ വളരെ വേഗത്തിൽ പരിഹരിക്കപ്പെടുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. അപ്പോൾ അവിടെ പരിഹരിക്കുമ്പോഴും അവിടെ പുറമെന്നുള്ള സഹായം ഇല്ല എന്നുള്ളത് കൊണ്ട് തന്നെ നമുക്കതിലൊരു കൃത്യത പ്രതീക്ഷിക്കാം. മനുഷ്യന്റെ ബുദ്ധി ഇടപെട്ടിട്ടല്ല ആ പ്രശ്നം പരിഹരിച്ചിട്ടുള്ളത്. നമ്മുടെ ആർജിത വിജ്ഞാനം ഉപയോഗിച്ചിട്ടല്ല ഒരു സൊല്യൂഷൻ നടത്തുന്നത്, ശരീരം സ്വയമേവ നടത്തുന്നതാണ് എന്നുള്ളത് കൊണ്ട് അതിനൊരു പൂർണ്ണത ഉണ്ടായിരിക്കും, അതിനൊരു പെർഫെക്ഷൻ ഉണ്ടായിരിക്കും. അല്ലെങ്കിൽ അതിൽ പിഴവുകൾ ഉണ്ടാവാനുള്ള സാധ്യതകൾ ഇല്ല. പിന്നെ അത് താൽക്കാലികമാണോ, ഇപ്പൊ ഇങ്ങനെയൊക്കെ ജീവിക്കുന്നത് കൊണ്ട് മാത്രമാണോ ഇങ്ങനെ ഈ രോഗം മാറിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ ജീവിച്ചാൽ പോലും ഈ പ്രശ്നം മാറാവുന്നതേ ഉള്ളൂ എന്നുള്ളത് തെളിയിച്ച് കാണിച്ചു തരൽ കൂടിയാണ് ഇവിടുത്തെ ഉദ്ദേശം.
ഇവിടെ വലിയ കഷ്ടപ്പാടുള്ള കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ലല്ലോ. ഏതൊരു മനുഷ്യനും ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങൾ വാസ്തവത്തിൽ നമ്മൾ ചെയ്യുന്നുള്ളൂ. പക്ഷെ അങ്ങനെയൊന്ന് ജീവിക്കുമ്പോഴേക്കും വലിയ വലിയ വേദനകളും വലിയ വലിയ ആരോഗ്യ പ്രശ്നങ്ങളും പരിഹരിക്കപ്പെടുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തുകൊണ്ടത് ഫോളോ ചെയ്തുകൂടാ? വേറെ വലിയ പച്ചമരുന്നുകളും സംഭവങ്ങളും സംഘടിപ്പിച്ചു കൊണ്ടുവരണ്ട. വലിയ വില കൂടിയ ഔഷധങ്ങൾ മരുന്നുകൾ നമുക്ക് ആവശ്യമായിട്ട് വരുന്നില്ല. വലിയ ചികിത്സകളോ വലിയ കിഴിപിടിക്കലുകളോ അല്ലെങ്കിൽ മരുന്ന് പരട്ടാനുള്ളതോ ഒന്നും ഇവിടെ ഇല്ല. കുറച്ച് നല്ല രീതിയിൽ ചിട്ടയിലൊന്ന് ജീവിക്കുക, അതെങ്ങനെയെന്ന് മാത്രമേ ഇവിടെ കാണിക്കുന്നുള്ളൂ. അപ്പൊ ശരീരത്തിന് ഇത്രയ്ക്കൊന്ന് പ്രൊവൈഡ് ചെയ്യുമ്പോഴേക്കും ഒന്ന് സ്വസ്ഥമായിട്ട് മനസ്സുകൊണ്ടൊക്കെ ഒന്ന് ഇരുത്തി സ്വസ്ഥമായിട്ടിരിക്കുന്നു. പിന്നെ വേറെ വലിയൊരു എനർജി ലോസ് സ്ട്രെസ് കൊണ്ടും കാര്യം കൊണ്ടൊന്നും പോകുന്നില്ല. അത്യാവശ്യം നല്ല പോഷണമുള്ള ആഹാരം കിട്ടുന്നു, വിശ്രമം നല്ലവണ്ണം ആവശ്യം വരുന്നു എന്നുള്ള ശരീരം ഭക്ഷണം ഉപേക്ഷിക്കുമ്പോൾ ഉപവാസം പോലെയുള്ളത് ചെയ്യാനായിട്ടുള്ള സാഹചര്യം ഉണ്ടാകുന്നു. മിനിമം എല്ലാ ശരീരഭാഗങ്ങളിലേക്കും ഒരു മൂവ്മെന്റ്, അനക്കം വേണം എന്നുള്ളതിന് വേണ്ടിയിട്ടുള്ള കുറച്ച് എക്സസൈസുകൾ ചെയ്യുന്നു. ഇതിൽ കവിഞ്ഞ് എന്താണ് വാസ്തവത്തിൽ നമ്മൾ ചെയ്യുന്നത്? ഇത്ര ചെയ്യുമ്പോഴേക്കും ശരീരത്തിന് ഇത്രയും ആശ്വാസം കിട്ടുന്നുണ്ടെങ്കിൽ അത് നമുക്ക് ഫോളോ ചെയ്യാവുന്നതല്ലേ? അപ്പൊ ഇവിടെ എല്ലാവരും മനസ്സിലാക്കേണ്ട കാര്യം, ഇത് പ്രകൃതി ചികിത്സ ചെയ്താൽ എൻ്റെ ഈ രോഗം മാറുമോ എന്നുള്ളതിന് ഒരു ഉത്തരവില്ല. പ്രകൃതി ചികിത്സ ചെയ്യുമ്പോൾ രോഗം മാറുന്നതായിട്ട് കാണിച്ചു തരും, തെളിയിക്കും. സ്വന്തം ശരീരത്തിലാണ് അത് തെളിഞ്ഞു കാണുക. അവിടെ എന്ത് ചെയ്തപ്പോഴാണ് ഇങ്ങനൊരു മാറ്റത്തിന് വിധേയമായതെന്നുള്ളതും കാണിച്ചു തരും. അപ്പൊ അവിടെ ഒരു ശരിയുടെ വഴി കാണിച്ചു തരികയും ആ ശരിയുടെ വഴിയിലൂടെ ഒരാളെ സഞ്ചരിക്കാൻ അനുവദിക്കുകയും ചെയ്യുക എന്നുള്ളതാണ് വാസ്തവത്തിൽ ചെയ്യുന്നത്. ആ ശരിയുടെ വഴിയിലൂടെ അയാൾ പിന്തുടർന്ന് പോയിക്കൊള്ളണം. സ്വയം ചികിത്സ ശരീരം നടത്തുന്നത്, അപ്പൊ ഇവിടുന്ന് ചികിത്സ കഴിഞ്ഞു പോകുന്ന സകലരും പറയുന്ന ഒരു കാര്യമാണ്, കിട്ടിയിട്ടുള്ള ഒരു ആത്മവിശ്വാസം ഈ ഒരു കാര്യത്തിന്റെ പേരിലാണ്. ശരീരം സ്വന്തമായിട്ട് കുറെ പ്രശ്നങ്ങൾ ഭേദപ്പെടുത്തുന്നതായിട്ട് കണ്ടു. നമുക്ക് എല്ലായ്പ്പോഴും ഒരു കുഞ്ഞ് ജനിച്ചാൽ പോലുള്ള ഏറ്റവും വലിയ ടെൻഷൻ എന്താ? എന്തോ ഒരു പനി വന്ന, ഒരു ജലദോഷം വന്ന എന്താ ചെയ്യുക? ഭയങ്കര സ്ട്രെസ്സാണ് തുടക്കം മുതൽ. ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ പിന്നെ അത് നമ്മുടെ കയ്യിലല്ല എന്ന് പറയുന്ന ഒരു അവസ്ഥയുണ്ട്. അതിൽ നിന്നും വളരെ വ്യത്യസ്തമായിട്ട് എന്ത് വന്നു കഴിഞ്ഞാലും എൻ്റെ ശരീരത്തിൽ മറ്റൊരാളുടെയും അറിയില്ല, പക്ഷെ ഇവിടെ ചികിത്സിച്ചു പോകുന്ന ഓരോരുത്തർക്കും അവനവനൊരു പ്രശ്നം വരുമ്പോൾ അതിനെങ്ങനെ മാനേജ് ചെയ്യാം, ഇത് എന്തുകൊണ്ടായിരിക്കും എൻ്റെ ശരീരത്തിൽ ഇപ്പോൾ ഇത് ഉണ്ടായത് എന്നുള്ളതിനെ കുറിച്ച് കൃത്യമായിട്ടുള്ള ഒരു ബോധ്യം ഉണ്ടാക്കി എടുക്കാനായിട്ട് സാധിക്കുന്നതായിട്ട് കാണുന്നുണ്ട്. ഈ ഒരു രീതിയിൽ സ്വയം ചികിത്സയ്ക്കായിട്ടുള്ള ഒരു സാധ്യത ഒരിക്കലും വെറുതെ സാധ്യത ഒരുക്കുക എന്നുള്ളതൊന്നുമല്ല. ഒരാൾ അത് എക്സ്പീരിയൻസ് ചെയ്യിക്കലും ഒരു ട്രെയിനിങ് ആണ് ഈ തരുന്നത്. ഈ ട്രെയിനിങ്ങിലൂടെ നമ്മൾ കടന്നു പോകുന്നു, അതിൽ കൂടെ കുറെ രോഗങ്ങൾ മാറുന്നു, എങ്ങനെ മാറി എന്നുള്ളത് പഠിക്കുന്നു, തുടർന്ന് ആ മാർഗത്തിലൂടെ ജീവിക്കുന്നു. ഇതാണ് വാസ്തവത്തിൽ രോഗചികിത്സയ്ക്ക് വേണ്ടി ശരീരത്തിന് ചെയ്തു കൊടുക്കേണ്ടത്. അപ്പൊ ഇവിടെ പലപ്പോഴും ഇന്നൊരു പ്രത്യേക രോഗം മാറാൻ വേണ്ടി എന്തൊക്കെയാണ് ഇവിടെ ചെയ്യുക, അല്ലെങ്കിൽ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് ചോദിക്കുമ്പോൾ ഈ ഒരു പ്രത്യേക രോഗചികിത്സ ശരീരം നടത്തുമ്പോൾ എന്തൊക്കെയാണ് ഓരോരുത്തരും ചെയ്യാതിരിക്കേണ്ടത് എന്നുള്ളതിനാണ് ഇവിടെ പ്രാധാന്യം കൂടുതൽ. കാരണം രോഗചികിത്സ മനുഷ്യന്റെ ബുദ്ധി ഉപയോഗിച്ച് നടത്തേണ്ടതല്ല. നമുക്ക് നമ്മുടെ ശരീരത്തിന് സ്വന്തമായിട്ട് നടത്താൻ പറ്റുന്ന ഒരു അവസ്ഥയുണ്ട്, ഒരളവ് വരെയുണ്ട്. ഇപ്പോഴത്തെ നമ്മുടെ ജീവിതചര്യ അനുസരിച്ച് പല ഘട്ടങ്ങളിലും ശരീരം തോറ്റുപോകുന്ന അവസ്ഥകളുണ്ട്. ഇപ്പൊ ക്യാൻസർ രോഗം ശരീരം സ്വന്തം ഭേദമാക്കിക്കോളും എന്ന് പറഞ്ഞിരുന്നു കഴിഞ്ഞാൽ അതവിടെ ശരീരം തോറ്റു അവിടെ. കാരണം അത്രത്തോളം നമ്മുടെ ശരീരം ഒരു സഹനത്തിലൂടെ കടന്നു പോയി കഴിഞ്ഞു. ഇനി അതിന് ചികിത്സിക്കാൻ എന്ന് പറയുന്നത് സാധ്യമല്ല. ഇപ്പൊ ഒരു കിഡ്നി ഫെയിലിയർ ആയി, അപ്പൊ അവിടെ ശരീരം തോറ്റു, അല്ലെങ്കിൽ നമ്മൾ തോൽപ്പിച്ചു എന്ന് തന്നെ പറയേണ്ടി വരും. ഒരു രോഗവും അങ്ങനെ വെറുതെ ചാടിക്കേറി വരുമൊന്നുമില്ല. നമ്മുടെ ഒരു അശ്രദ്ധ വളരെയധികം ഉണ്ടാവണം. അത് ശാരീരികമായിട്ടുള്ള നമ്മുടെ പ്രവർത്തികൾ കൊണ്ടാവാം, കൂടുതലും മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങളിലൂടെ തന്നെ. കൂടുതൽ ആളുകൾക്കും വലിയ രോഗങ്ങൾ വരുന്നത് അതുകൊണ്ടൊക്കെ തന്നെയാണ്. പക്ഷെ ഏത് വിധേനയാണെങ്കിലും വലിയ സഹനത്തിലൂടെ ശരീരത്തെ ഒരുപാട് കാലം കൊണ്ടുപോയിട്ട് ഒരു ഘട്ടത്തിലെത്തി ഇനി ശരീരം സ്വന്തമായി ചികിത്സിച്ചോളണം എന്ന് പറയുമ്പോൾ പലപ്പോഴും അത് കീഴടങ്ങുന്നതായിട്ടൊക്കെ കാണും. അപ്പൊ ആ കീഴടങ്ങാനായിട്ടില്ല, ഇനിയും പ്രാണോർജം ബാക്കിയുണ്ട് ഉള്ളിൽ എന്ന് തോന്നുന്ന സകലർക്കും പ്രകൃതി ചികിത്സ വഴി ഈ പറഞ്ഞ രീതിയിൽ അസുഖങ്ങൾ മാറ്റി വളരെ ആരോഗ്യത്തിലേക്ക് വരാം. അപ്പൊ അവിടെ അവനവന്റെ ഉള്ളിലുള്ള ഒരു കരുത്ത്, അതിലുള്ള വലിയൊരു വിശ്വാസമായിരിക്കും തുടർന്നുള്ള ജീവിതത്തിൽ ഉണ്ടായിരിക്കുക. ഇതാണ്
പ്രകൃതി ചികിത്സ എന്ന് പറയുന്നത്. അതായത് പുറമെ നിന്നുള്ളൊരു ചികിത്സയല്ല അത്. കല്ലും മണ്ണും സൂര്യപ്രകാശവും വെള്ളവും വെച്ചുകൊണ്ടുള്ള ഒരു ചികിത്സ എന്നല്ല പ്രകൃതി ചികിത്സയെ മനസ്സിലാക്കേണ്ടത്. ഭൗതികമായിട്ടുള്ള കുറെ പഞ്ചഭൂതങ്ങൾ കൊണ്ടുള്ള ചികിത്സ ഇതൊന്നുമല്ല. സൂക്ഷ്മ പ്രകൃതി, അവനവന്റെ അകത്തുള്ള ആന്തരിക പ്രകൃതി, അത് തത്വപരമാണ്. അത് വാക്കുകൊണ്ട് അങ്ങോട്ട് പറഞ്ഞ് മനസ്സിലാക്കി തരൽ ഇത്തിരി ബുദ്ധിമുട്ടാണ്. പക്ഷെ ആ ഒന്ന്, നമ്മുടെ ഉള്ളിലെ ജീവൻ അല്ലെങ്കിൽ ജീവന് കാരണമായിരിക്കുന്ന ഒന്ന്, ആ ഒന്ന് അകത്തിരുന്ന് ചികിത്സ നടത്തുന്നു. അപ്പൊ ആ ചികിത്സ കൃത്യമായിട്ട് ഒന്ന് നടക്കാനായിട്ട് നമ്മുടെ ഇടപെടൽ പരമാവധി ഒഴിവാക്കുക. ഇപ്പൊ നേരത്തെ ആദ്യം പറഞ്ഞ ഉദാഹരണം, കൈമുട്ടിനൊരു വേദന, നല്ലവണ്ണം വേദനിച്ചിരിക്കുമ്പോൾ കുടഞ്ഞു ആ വേദനയെ മാറ്റുക എന്നുള്ളതിന് പകരം, ഇപ്പൊ നമ്മളൊരു കുഞ്ഞ് താഴെ വീണ് ഓടിക്കളിക്കുന്നതിന്റെ ഇടയിൽ വീണ എന്താ സാധാരണ ചെയ്യുക? ആ കുട്ടീനെടുത്ത് കുടയും. എന്തെങ്കിലും പ്രശ്നമൊക്കെ ഉണ്ടെങ്കിൽ അങ്ങോട്ട് മാറട്ടെ എന്ന് കരുതിയിട്ട്. നമ്മുടെ നാട്ടിലെ മലയാളികൾക്കുള്ള ഒരു പ്രശ്നമുണ്ട് അത്. എന്ത് പ്രശ്നമുണ്ടെന്ന് വെച്ചാലും മാറട്ടെ. പക്ഷെ മുതിർന്ന ഒരാളിൽ, ചെറിയ കുട്ടികളിലായതുകൊണ്ട് വേറെ ബുദ്ധിമുട്ടൊന്നും വരാറില്ല. മുതിർന്ന ഒരാളാണ് സ്ലിപ്പായി വീണത്, മുട്ടുവേദനയാണ് വന്നിട്ടുള്ളതെങ്കിൽ എന്താണ് അവിടെ മുട്ടുവേദന എന്നുള്ളതൊന്ന് ആ ഭാഗത്തേക്ക് ഒന്ന് മനസ്സിനെ കൊണ്ടുവന്നിട്ട് ഒന്ന് ശ്രദ്ധിച്ച് അവിടെ എന്താണ് പ്രശ്നം എന്നുള്ളതൊന്ന് അന്വേഷിച്ച് അറിയാനും, ഒരു പക്ഷെ അവിടെ കുറച്ചു നേരം അനക്കാതെ വെച്ച് കഴിഞ്ഞാൽ ആ വേദന മാറുമായിരിക്കാം. അല്ല, അതിന്റെ ഒരു കാരണം അറിയുന്നത് വരെ അല്പം ഒന്ന് കാത്തിരിക്കാൻ തുടക്ക സമയങ്ങളിലെങ്കിലും നമുക്ക് പറ്റും. വലിയ രോഗങ്ങൾ എത്തിയതിനു ശേഷം കാരണങ്ങൾ അന്വേഷിക്കാൻ നമ്മൾ വെറുതെ കാത്തിരുന്നിട്ട് കാര്യം ഉണ്ടാവണമെന്നില്ല. പക്ഷെ നിത്യേന ഉണ്ടാവുന്ന അസ്വസ്ഥതകൾക്ക് അത് അപ്പപ്പ തന്നെ പരിഹരിച്ചു പോകണമെങ്കിൽ ഇതുപോലെ എന്തുകൊണ്ടാണ് അവിടെ ഈ സംഭവം ഉണ്ടായിട്ടുള്ളത് എന്നുള്ളതൊന്ന് അന്വേഷിച്ചതിന് ശേഷം മാത്രം അവിടെ ഒരു പരിഹാരത്തിന് വേണ്ടിയിട്ട് മുതിരുക. ഇതാണ് ഇന്നത്തെ ചർച്ച. ഇതിലെന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടോ? പ്രകൃതി ചികിത്സയുടെ ഉത്ഭവം ജനറലായിട്ട് എന്നുള്ളതിനേക്കാൾ ഇവിടെ ഞാൻ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന, ജീവനം പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രകൃതി ചികിത്സയുടെ ഉത്ഭവം പറഞ്ഞുതരാം. ഒരു ഡോക്ടർ ഐസക് ജെന്നിങ്സ് എന്ന പേരുള്ള അയാൾ പ്രകൃതി ചികിത്സകനല്ല, അയാൾ ഒരു അലോപ്പതി സർജനാണ്. 1700കളുടെ അവസാനത്തിലും 800കളുടെ തുടക്കത്തിലും ഉണ്ടായിരുന്ന ഒരാളാണ്. ഒരു അമേരിക്കക്കാരനാണ് അദ്ദേഹം. അപ്പോൾ ഇദ്ദേഹം സർജറികളൊക്കെ ചെയ്ത് വളരെ പ്രഗത്ഭനാണ് അദ്ദേഹം അന്നത്തെ. പക്ഷെ ഒരിടയ്ക്ക് ഒരു 2 അനുഭവങ്ങൾ അയാൾക്ക് ഉണ്ടാവുന്നു. അതായത് ചികിത്സ അദ്ദേഹം പഠിച്ചതിൽ നിന്നും വിഭിന്നമായിട്ട് ഏതോ ഒരിക്കൽ മരുന്ന് മാറിക്കൊടുക്കുകയോ അങ്ങനെ എന്തോ നഴ്സ് കൊടുത്തതിന്റെ ഭാഗമായിട്ട് ഇയാൾ വലിയൊരു സ്ട്രെസ്സിലേക്ക് പോയി. പക്ഷെ ഏതോ വിധേന ആ രോഗം മാറിപ്പോയി. അപ്പൊ അത് ഇയാളുടെ പഠിച്ചതിൽ നിന്നും അത് സംഭവിക്കാൻ പാടുള്ളതല്ല. കാരണം മരുന്ന് കഴിച്ചാലേ ഈ രോഗം മാറുള്ളൂ, ആ രോഗത്തിനുള്ള മരുന്ന് കഴിച്ചാലേ ആ രോഗം മാറുള്ളൂ എന്ന് പറയുന്ന ഒരു ഉറപ്പ് അയാൾക്ക് ഉണ്ടായിരുന്നു. പക്ഷെ അതിൽ നിന്ന് വ്യത്യാസമായിട്ടൊന്നിങ്ങനെ സംഭവിച്ചു. പിന്നെ മറ്റൊരു ഇൻസിഡന്റ് അയാൾക്ക് ഉണ്ടായി. അന്ന് ഈ പറഞ്ഞ പകർച്ചവ്യാധികൾ ഭയങ്കരമായിട്ട് പിടികൂടുന്ന ഒരു കാലഘട്ടമായിരുന്നു. അപ്പൊ അതിൽ ഒരാള് ഇതിനുള്ള മരുന്ന് വാങ്ങാൻ ഉള്ള പണം അദ്ദേഹത്തിന്റെ കയ്യിലില്ല. അപ്പൊ അതുകൊണ്ട് അയാൾ പറഞ്ഞു, ഞാൻ കുറച്ചും കൂടി ഒന്ന് ആയിട്ട് നിങ്ങളുടെ അടുത്തേക്ക് വരാം, ഇപ്പൊ കയ്യിൽ പൈസ ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പൊ അതുകൊണ്ട് അയാൾ മരുന്നും ചികിത്സയും എടുത്തില്ല. പിന്നെ പക്ഷെ ഡോക്ടർക്ക് അറിയാം, ഐസക് ജെന്നിങ്സിന് അറിയാം അദ്ദേഹത്തിന് എന്തായാലും ഈ രോഗം പിടികൂടും, കാരണം വീട്ടിലുള്ള ബാക്കിയുള്ളവർക്കെല്ലാം വന്നിരിക്കുന്നു, ഇയാൾക്ക് ലക്ഷണങ്ങളൊക്കെ കണ്ടു തുടങ്ങിയിട്ടുമുണ്ട്. പക്ഷെ കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം അദ്ദേഹം കാണുന്നത് ഇയാള് പാടത്ത് പണിയെടുക്കുക. അപ്പൊ അത് ഈ ഡോക്ടർക്ക് വലിയൊരു അത്ഭുതം ഉണ്ടാക്കി. അപ്പൊ നിങ്ങൾക്ക് രോഗം വന്നില്ലേ എന്ന് ചോദിച്ചപ്പോ ഇദ്ദേഹം പറഞ്ഞു, എനിക്ക് അസുഖം വന്നു, തീരെ വയ്യായികയൊക്കെ വന്നു, പക്ഷെ കയ്യിൽ ഒട്ടും പണവും ഇല്ല, പിന്നെ ഒന്നും ചെയ്യാനായിട്ട് നിവൃത്തിയില്ല. അപ്പൊ അന്ന് ഇങ്ങനെ ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഇരുട്ട് മുറുക്കി അകത്തിരുന്നോളണം, വെള്ളം കുടിക്കാൻ പാടില്ല, പിന്നെ പകർച്ചവ്യാധിയാണെന്നുള്ളത് കൊണ്ട് തന്നെ പച്ചക്കറികൾ, പഴങ്ങൾ ഇങ്ങനെയുള്ളതൊന്നും തൊടാൻ പാടില്ല. അപ്പൊ ആള് പറഞ്ഞു, എന്റെ വീട് വളരെ ചെറുതാ, അപ്പൊ എല്ലാവരും മുറുക്കി അകത്ത് അടച്ചിരിക്കുകയാണ് രോഗവുമായി ബന്ധപ്പെട്ട്. അപ്പൊ എനിക്ക് അകത്തങ്ങനെ ഇരിക്കാനായിട്ടുള്ളൊരു സ്ഥല സൗകര്യം ഇല്ലാത്തത് കൊണ്ട് ഞാൻ വരാന്തയിൽ കിടക്കുകയാണ് ചെയ്തത്. പിന്നെ ഒന്നും ഉണ്ടാക്കാനായിട്ടൊന്നും, വീട്ടിൽ ഭക്ഷണ സാധനങ്ങളൊന്നും ഉണ്ടാക്കാനായിട്ടുള്ള അവസ്ഥയൊന്നുമില്ല. അപ്പൊ എന്താ ചെയ്യാന്ന് വെച്ചാൽ ദാഹം അല്ലാതെ ഉള്ളതുകൊണ്ട് കിണറ്റിൽ നിന്ന് വെള്ളം കോരി കുടിക്കുകയാണ് ചെയ്തത്. അതൊന്നും പാലിക്കാനൊന്നും പറ്റിയില്ല, കുടിക്കാൻ പാടില്ല എന്നുള്ളത്. അപ്പൊ അങ്ങനെ അതും ഇയാൾക്ക് ഭയങ്കര ഒരു എന്താ, അങ്ങനെ സംഭവിക്കാൻ പാടില്ലല്ലോ, പഠിച്ചതനുസരിച്ച് ഇങ്ങനെയല്ല, ഈ സംഭവം വന്നു കഴിഞ്ഞാൽ പിന്നെ വെള്ളം അരുത്, പഴങ്ങൾ പാടില്ല, മദ്യം അന്നത്തെ ഒരു നിർബന്ധമായിട്ടുള്ള ഒരു സംഭവമാണ്. ഇതുപോലെയുള്ള പകർച്ചവ്യാധികളൊക്കെ വരും, മദ്യം കഴിച്ചോളണം, പൊരിച്ച മാംസം അങ്ങനെയുള്ളതൊക്കെയാണ് അന്ന് ആരോഗ്യത്തിന് വേണ്ടി കൊടുക്കുന്നത്. അപ്പൊ അവിടെ അതിൽ നിന്ന് വിഭിന്നമായിട്ട് ഒരു മനുഷ്യനിൽ ഉണ്ടായപ്പോ അതും ഇദ്ദേഹത്തിനൊരു സംശയം, എന്താണ് അങ്ങനെ ഇപ്പൊ സംഭവിച്ചതെന്ന്. പിന്നീട്
അദ്ദേഹത്തിന് വേറൊരു വീട്ടിൽ, അന്നിങ്ങനെ വീടുകളിൽ പോയി ചികിത്സിക്കുന്ന ഒരു രീതിയാണ്. വേറൊരു ഇടത്ത് ചെന്നപ്പോൾ ഇതന്നെ പകർച്ചവ്യാധിയാണെന്നാണ് എൻ്റെ ഓർമ്മ. എന്തായാലും അവിടെ ഒരു യുവതി ഉണ്ട്. അവിടെ അവർ മാത്രമേ ഉള്ളൂ. പക്ഷെ അവർ രക്ഷപ്പെടുന്ന ഇയാൾക്ക് തോന്നുന്നില്ല. അപ്പോൾ ഡോക്ടർക്ക് വല്ലാത്തൊരു വിഷമം, എന്താണ് ചെയ്യേണ്ടതെന്ന് ഒരു അറിവും കിട്ടുന്നില്ല. മരുന്നുകൾ കൊണ്ട് ഇവർ രക്ഷപ്പെടുന്നുള്ള തോന്നില്ല. അപ്പൊ അയാള് കൂടെ ഉണ്ടായിരുന്ന നേഴ്സിനെ ആ വീട്ടിൽ നിർത്തിയിട്ട് ഇദ്ദേഹം കുറച്ചു നേരം ഞാൻ നടന്നിട്ട് വരാം എന്ന് പറഞ്ഞിട്ട് അയാളുടെ മരുന്ന് സഞ്ചി ഉണ്ട്, ആ സഞ്ചിയും തോളിലിട്ടിട്ട് ഇങ്ങനെ നടക്കുക. കുറെ നേരം നടന്നു. അവിടെ പുറത്ത് ഒരു അരുവിയൊക്കെ ഉണ്ട്. അതിലൂടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുമ്പോൾ വെറുതെ ഒരു തോന്നൽ, അയാളുടെ സഞ്ചിയിൽ നിന്ന് ഒരു മരുന്ന് കുപ്പി എടുത്തിട്ട് അതിലത്തെ മരുന്ന് വെള്ളത്തിൽ ഒഴിച്ച് കളഞ്ഞ് ആ കുപ്പി കളഞ്ഞിട്ട് ആ അരുവിയിലത്തെ കുറച്ച് ശുദ്ധജലം അത് നിറച്ചു. എന്നിട്ട് അത് കൊണ്ടുവന്ന് ഈ നേഴ്സിനെ ഏൽപ്പിച്ചിട്ട് പറഞ്ഞു, ഒരു കാര്യം ചെയ്യണം, വേറെ ഭക്ഷണമൊന്നും കൊടുക്കരുത്, ഈ മരുന്ന് മാത്രം കൊടുക്കുക എന്ന് പറഞ്ഞിട്ട് ഈ ഒരു മരുന്ന് കുപ്പി, ശുദ്ധജലം നിറച്ചിട്ടുള്ള കുപ്പിയാണ് കൊടുക്കുന്നത്. ഇത് കിണറ്റിലെ വെള്ളത്തിൽ ഓരോ ഗ്ലാസ് വെള്ളത്തിൽ 3 തുള്ളി വീതം ഒറ്റിച്ചു കൊടുക്കണമെന്നോ അങ്ങനെ എന്തോ പറഞ്ഞ് ഇദ്ദേഹം കൊടുത്തിട്ട് ആള് പോയി. അതൊരു വെളിപാട് പോലെ എന്തോ ആൾക്ക് വന്നിട്ടുള്ളതായിരിക്കാം, അങ്ങനെ ഒരു തോന്നൽ. അങ്ങനെ ചെയ്തു. കുറച്ച് ദിവസങ്ങൾക്ക് ശേഷം ഇവര് രക്ഷപ്പെട്ടു എന്നുള്ളൊരു അറിയിപ്പുണ്ടായി. ഇവര് കുറേശ്ശെ മെച്ചപ്പെടാൻ തുടങ്ങി. അപ്പൊ അത് ഇയാൾക്ക് വേറൊരു ഭാഗം ഇങ്ങനെ തുറക്കുക. അപ്പൊ എന്തോ വേറെ ഉണ്ട്, ഞാൻ പഠിച്ചത് കൂടാതെ ഇനിയും എന്തൊക്കെ ഉണ്ട് എന്നുള്ളൊരു തോന്നലാണ്. ഇത് കുറേശ്ശെ ഇദ്ദേഹം ആരും അറിയാതെ പ്രാക്ടീസ് ചെയ്യാനായിട്ട് തുടങ്ങിയത്രേ. ശുദ്ധജലം, അതിൽ കുറേശ്ശെ മൂപ്പന്റെ തുള്ളിമരുന്ന്, ആ തുള്ളിമരുന്നുകൾ നിറം ചേർത്ത തുള്ളിമരുന്നുകളായി. പക്ഷെ ബേസ് ശുദ്ധജലം തന്നെ. പിന്നെ എന്തോ ഗോതമ്പ് കുഴച്ചിട്ട് ചെറിയ ഗുളിക പോലത്തെ മണികളൊക്കെ ഉണ്ടാക്കി അതും പല നിറങ്ങളിൽ ആൾ കൊടുത്തിരുന്നു എന്നൊക്കെ പറയുന്നു. എന്തായാലും മരുന്നല്ലാതെ ശരീരത്തിൽ എന്തോ സംഭവിക്കുന്നുണ്ട്, ശരീരത്തിൽ എവിടെയോ ഒരു ചികിത്സ നടക്കുന്നുണ്ട് എന്നുള്ളത് അദ്ദേഹം മനസ്സിലാക്കാൻ തുടങ്ങി. അതിനെക്കുറിച്ചിട്ടുള്ള പഠനങ്ങളൊക്കെ നടത്തി. പക്ഷെ ഒരിക്കലും ഇത് ലോകം അംഗീകരിക്കുന്ന ഒന്നല്ല. അപ്പൊ അതുകൊണ്ട് തന്നെ ഇത് പുറം ലോകത്തേക്ക് വിളിച്ചു പറയാനായിട്ട് സാധിക്കുമായിരുന്നില്ല. 20 വർഷത്തോളം അദ്ദേഹം അങ്ങനെ ചികിത്സിച്ചു. നിറയെ പേര് ചികിത്സിച്ചു, നിറയെ പേര് സുഖപ്പെട്ടു. 20 വർഷത്തിന് ശേഷം ഇദ്ദേഹം ഇത് വെളിപ്പെടുത്തുകയാണ്, ഞാൻ ഇത്രയും നാള്. അപ്പൊ ഇയാളുടെ പേര് വാനോളം ഉയർന്നു ആ കാലഘട്ടത്തിൽ. ഒരു ഘട്ടത്തിൽ ഇയാൾ വെളിപ്പെടുത്തുന്നു, ഇത്രയും കാലം ഞാൻ തന്നിരുന്നതൊന്നും മരുന്നുകളായിരുന്നില്ല, ശുദ്ധജലവും ഈ പറയുന്ന ഗോതമ്പ് കുഴച്ച മാവും ഒക്കെയാണ് തന്നിരുന്നത് എന്ന് പറയുമ്പോൾ അവിടെ വാസ്തവത്തിൽ രോഗം മാറിയോ ഇല്ലേ എന്നുള്ളതിനേക്കാൾ വിശ്വാസവഞ്ചന ചെയ്ത ഒരാൾ എന്ന തരത്തിലേക്കാണ് ഇദ്ദേഹം വന്നത്. അദ്ദേഹത്തിനെ രാജ്യത്ത് നിന്നും പുറത്താക്കി. പിന്നീട് മറ്റൊരു രാജ്യം പക്ഷെ ഇദ്ദേഹത്തിന് PhD ഒക്കെ കൊടുത്ത് എന്തോ അങ്ങനെ സ്വീകരിക്കുക, അങ്ങനെയൊക്കെ ഉണ്ടായി. പിന്നീട് അയാൾ അവിടെ പ്രാക്ടീസ് ചെയ്തു, കുറെ ശിഷ്യരും അങ്ങനെയൊക്കെ ഉണ്ടായി. ഇങ്ങനെയാണ് ഇപ്പൊ നമ്മൾ ജീവനത്തിൽ ഫോളോ ചെയ്യുന്ന പ്രകൃതി ചികിത്സയുടെ ഒരു തുടക്കം അവിടെ നിന്നാണ്. അപ്പൊ അവിടെ ഇദ്ദേഹം ഒരു ഫിലോസഫി ഓഫ് ഹ്യൂമൻ ലൈഫ് എന്നും പറഞ്ഞുകൊണ്ട് ഒരു പുസ്തകം ആദ്യം എഴുതി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ആധാരമാക്കിയിട്ടാണ് വാസ്തവത്തിൽ ജീവനം പ്രവർത്തിക്കുന്നത്. പക്ഷെ അതിൽ നിന്നും കുറെ കൂടി നമ്മൾ കുറച്ചും കൂടി ആ തത്വത്തിന്റെ സ്ട്രക്ചറൊക്കെ നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഒരു മെത്തഡോളജി ഒക്കെ അതിൽ നിന്ന് രൂപപ്പെടുത്തി എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അവിടെ ഭക്ഷണം, വ്യായാമം, വിശ്രമം, മാനസികമായ ശാക്തീകരണം, അങ്ങനെ കുറച്ച് സാധനങ്ങളൊക്കെ നമ്മൾ ആഡ് ചെയ്ത് കൊണ്ടുവന്നുകൊണ്ടാണ് ഇപ്പോൾ ജീവനത്തിൽ നിലനിൽക്കുന്ന ഒരു ചികിത്സ നടക്കുന്നത്. അപ്പൊ അവിടെ മുഴുവൻ ജീവനുള്ള ശരീരം ആത്മരക്ഷാപരമായിട്ടുള്ള ഒരു പ്രവണത എല്ലായ്പ്പോഴും കാണിച്ചുകൊണ്ടിരിക്കും എന്നുള്ള ഒരു ജീവന്റെ നിയമം അതിൽ നിന്നാണ് നമുക്ക് ലഭിക്കുന്നത്. ആ ഒരു തത്വം എഴുതിയിട്ടുള്ളത് മറ്റൊരാളാണ്, ഒരു ഹിൽട്ടൺ ഹോട്ടിമ എന്ന് പറഞ്ഞിട്ടുള്ള ഒരാളാണ്. പക്ഷെ ഇദ്ദേഹത്തിൽ നിന്നാണ് അതിന്റെ ഒരു വ്യക്തമായിട്ടുള്ള ഒരു സംഭവം നമുക്ക് ലഭിച്ചിട്ടുള്ളത്. ജീവനുള്ള ഈ പ്രപഞ്ചത്തിലെ സകല കോശങ്ങളിലും സ്വയം ചികിത്സിക്കാനായിട്ടുള്ള ആത്മരക്ഷാപരമായിട്ടുള്ള ഒരു പ്രവണത ഉൾക്കൊണ്ടിരിക്കുന്നു. അത് എല്ലായ്പ്പോഴും ശരീരം നടപ്പിലാക്കിക്കൊണ്ടിരിക്കും. നമ്മുടെ പ്രാണോർജത്തെ അടിസ്ഥാനപ്പെടുത്തിയായിരിക്കും അത് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ പ്രാണോർജം എത്രത്തോളം നമ്മിൽ നിറയ്ക്കാനായിട്ടുള്ള സാഹചര്യം ഒരുക്കുക എന്നുള്ളതാണ് പ്രകൃതി ചികിത്സയിലൂടെ ഇവിടെ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മളുടെ ഇതുവരെയുള്ള ആക്ടിവിറ്റികളിലൂടെ, രോഗങ്ങളിലൂടെ പല വിധത്തിലും പ്രാണോർജത്തിന്റെ ഒരു നഷ്ടം ഇങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഉറക്കക്കുറവ് വന്നു കഴിഞ്ഞാൽ, സ്ട്രെസ് വന്നു കഴിഞ്ഞാൽ, ഭക്ഷണം മോശമായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അധ്വാനം അധികമായി കഴിഞ്ഞാൽ, ഇനി ഒട്ടും തന്നെ ശരീരം അനങ്ങാത്തൊരവസ്ഥയായി കഴിഞ്ഞാൽ, ഇതിലൂടെയെല്ലാം വലിയ പ്രാണോർജ നഷ്ടം സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ പ്രാണോർജം വളരെ കുറവാകുമ്പോൾ എന്ത് സംഭവിക്കും? രോഗചികിത്സ
സ്വയം രക്ഷപ്പെടാനായിട്ടുള്ള ആത്മരക്ഷയുടെ ഒരു പ്രേരണ വളരെ കുറഞ്ഞ അളവിലേ നമ്മൾ കാണുള്ളൂ. പക്ഷെ പ്രാണോർജം നിറഞ്ഞു കഴിഞ്ഞാലോ, കൂടുതലുള്ള സമയത്താണെങ്കിലോ ആത്മരക്ഷാപരമായിട്ടുള്ള പ്രേരണ വളരെ വേഗത്തിൽ ഫലം കാണുന്നതായിട്ട് നമുക്ക് കാണാനായിട്ട് പറ്റും. ഇപ്പൊ ചെറിയ കുഞ്ഞുങ്ങളിൽ എന്തസുഖം വന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് അത് ക്ലിയർ ആവുന്നുണ്ടല്ലോ. കാരണം പ്രാണോർജം ഉയർന്ന നിലയിലാണുള്ളത്. വയസ്സാവുമ്പോൾ അല്ലെങ്കിൽ വളരെയധികം ക്ഷീണിതനായിട്ടുള്ള ഒരവസ്ഥയിൽ അല്ലെങ്കിൽ വലിയ ദുഃഖം അനുഭവിക്കുന്നവരിൽ ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ തിരികെ കയറാനുള്ള ശേഷി വളരെ സ്ലോ ആയിട്ടേ കയറി വരുന്നുണ്ടാവുള്ളൂ. അപ്പൊ നമ്മൾ ഇവിടെ ഏറ്റവും പ്രാധാന്യം കൊടുക്കുന്നത് എന്തിനാന്ന് വെച്ചാൽ ഈ പറയുന്ന നഷ്ടപ്പെട്ട ഊർജത്തെ വീണ്ടെടുക്കുക എന്ന് പറയുന്ന ലോ ഓഫ് റീപോസ്, വിശ്രാന്തി നിയമം എന്ന് പറയും. നമ്മുടെ ജീവന്റെ നിയമങ്ങളിലെ ഏറ്റവും പ്രധാനപ്പെട്ട 8 ഉപനിയമങ്ങളുണ്ട്. അതിലത്തെ 8ാമത്തെ നിയമമാണ് ലോ ഓഫ് റീപോസ്. പ്രവൃത്തിയിലൂടെ നഷ്ടപ്പെട്ട ഊർജത്തെ വിശ്രമത്തിലൂടെ ശരീരം വീണ്ടെടുക്കുന്നു. ആ വിശ്രമം കൂടിയാണ് വാസ്തവത്തിൽ യോഗയിലൂടെ, പ്രാണായാമത്തിലൂടെ, മെഡിറ്റേഷൻസിലൂടെ, ഫാസ്റ്റിങ്ങിലൂടെ, സകലതിലൂടെയും മാനസികമായിട്ടുള്ള പിരിമുറുക്കങ്ങളുടെ കാരണങ്ങളൊക്കെ കണ്ടെത്തി അതൊക്കെ എടുത്ത് കളയാനായിട്ടുള്ള ഒരു ശ്രമവും, അതിൽ കൂടെ പോലും നമ്മുടെ എനർജി ലീക്കുകൾ അടച്ച് ശരീരത്തിന് സ്വയം ഈ ഒരു എനർജിയെ വീണ്ടെടുക്കാനായിട്ടുള്ള സാഹചര്യമാണ് ഇതിലൂടെ എല്ലാം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അവിടെ പ്രാണോർജത്തിന്റെ നില കുറേശ്ശെ നമ്മുടെ എനർജി ലെവൽ ഉയരും തോറും ആത്മരക്ഷാപരമായിട്ടുള്ള പ്രവർത്തനം വളരെ വേഗതയിലായിരിക്കും. അത് വളരെ വേഗതയിലായിരിക്കും അത് ഫലം കാണുക. ഇതാണ് വാസ്തവത്തിൽ ചികിത്സയുടെ തത്വം. ഓക്കെ, ഇനി ഇതിൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടോ ഡൗട്ടുകൾ? നീണ്ടുപോയി തോന്നല്ലേ കുറച്ച്. ശരീരത്തെ സ്വയം ചികിത്സിക്കാൻ അനുവദിക്കുക ഈ വിധം ജീവിച്ചുകൊണ്ട്. നമ്മൾ ഫുള്ള് വയറ് നിറച്ച് സാമ്പാറും ചോറും ബിരിയാണിയും ഒക്കെ കഴിച്ച് കള്ളും കുടിച്ച് സിഗരറ്റും വലിച്ച് അങ്ങനെ വിട്ടുകൊടുക്കലില്ല. എന്നിട്ട് ഫുൾ റിലാക്സ് ചെയ്യാന്ന് പറയുന്നതില്ല. പക്ഷെ ഈ വിധം ശരീരത്തെ ഇത്തിരി ഒന്ന് സ്നേഹിച്ചുകൊണ്ട് അതിനിഷ്ടമുള്ള കാര്യങ്ങൾ ഒന്ന് ചെയ്തു കൊടുത്തുകൊണ്ട് ഒന്ന് വിട്ടുകൊടുക്കുകയാണെങ്കിൽ അവിടെ ശരീരത്തിന് ആരോഗ്യത്തിലേക്ക് കയറി വരാൻ പറ്റും. അതിനാണ് നേരത്തെ പറഞ്ഞ 4 കാര്യങ്ങൾ. പ്രോപ്പറായിട്ടുള്ള പോഷണം, കൃത്യമായിട്ടുള്ള ശരീരത്തിന് ചലനം കിട്ടുന്ന രീതിയിൽ വ്യായാമം, വിശ്രമത്തിന്റെ ഒരു കൂടിയ അവസ്ഥയാണ്. സാധാരണ വിശ്രമം എന്ന് പറയുന്നത് ഉറക്കം എന്നുള്ളതാണ്. പക്ഷെ അതിന്റെ തന്നെ കുറെ കൂടി ആഴത്തിലുള്ളതാണ് ഉപവാസം പോലെയുള്ളതൊക്കെ. 4ാമത്തെ മാനസികമായിട്ട് ഇത്തിരി ഉല്ലാസം നിറഞ്ഞ അവസ്ഥ. അതിലൂടെ മനസ്സിന്റെ ഒരു ശാക്തീകരണവും നടക്കും. ഈ 4 കാര്യങ്ങൾ ചെയ്തുകൊണ്ടാണ് സ്വയം ചികിത്സയ്ക്കായിട്ടുള്ള സാഹചര്യം നമ്മൾ ഒരുക്കുന്നത്.